ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ SSC റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള GK സീരീസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെഷൻ ഫോക്ക് ഡാൻസസ് ആയിരുന്നു. അപ്പോൾ അത് മസ്റ്റായിട്ടും കാണാത്തവർ കാണണം. കാരണം ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ് ഫോക്ക് ഡാൻസും ക്ലാസിക്കൽ ഡാൻസും. കാരണം ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്ററിയുടെ ഒരു സബ് ടോപ്പിക്കാണ്. അപ്പോൾ അതും സ്റ്റാറ്റിക് GKയിൽ വരുന്നതാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽവേ അല്ലെങ്കിൽ SSC എക്സാംസിന് ചോദിച്ചു വരുന്നതിൽ ഫോക്ക് ഡാൻസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് SSC റെയിൽവേ മാത്രമല്ല, ഉള്ള ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഗവൺമെൻറ് സ്കീംസ് റിലേറ്റ് ചെയ്തിട്ടാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നതും ഡയറക്റ്റ് ചോദിക്കുന്നതും. അപ്പം ഗവൺമെൻറ് സ്കീംസിൻ്റെ ഇത് പാർട്ട് 3 ആയിരിക്കും. അപ്പോൾ ഇതിന് മുമ്പ് 2 സെഷൻസ് ഉണ്ടായിരുന്നു. അത് കാണാത്തൊരു മസ്റ്റായിട്ടും കാരണം ഏകദേശം ഒരു 10-12 സ്കീംസ് ആയിരിക്കും നമ്മളല്ല, അല്ലെങ്കിൽ മാക്സിമം 20 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും ലേറ്റസ്റ്റ് ആയിട്ടും, അതായത് മോദി ഗവൺമെൻറ്റിന് ശേഷം വന്നതായിരിക്കും കൂടുതൽ നോക്കുന്നത്. അതിന് മുമ്പുള്ള 2-3 എണ്ണം കൂടെ, അതായത് മഹാത്മാഗാന്ധിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ്, മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് സ്കീംസൊക്കെ നമ്മൾ നോക്കും 2001 സമയത്തിലുള്ളത്. അപ്പം അതും പിന്നെ മിഡ് ഡേ മീലിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിപ്പോകും. കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിപ്പോയില്ലെങ്കിൽ എക്കണോമിക്സ്, നിങ്ങൾക്കിപ്പോൾ SSC റെയിൽവേയിൽ എക്കണോമിക്സിൽ വരുന്ന പാർട്ടാണ് ആക്ച്വലി ഗവൺമെൻറ് സ്കീംസ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയ്മെൻറ്റും പണ്ടത്തെ കാലത്ത് പോവർട്ടി അലിവിയേറ്റ് ചെയ്യാനും പിന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ആക്ച്വലി സ്കീംസ് വരുന്നത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ വൺ ഓഫ് ദി കോർ സെക്ഷൻസ് ആണ് ഈ പറയുന്ന ഗവൺമെൻറ് സ്കീംസ്. അത് കറണ്ട് അഫയേഴ്സിനും എക്കണോമിക്സ് പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു രണ്ടിൻ്റെയും കൂടി ഒരു കണക്ഷൻ ആയിരിക്കും നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഗവൺമെൻറ് സ്കീംസ്. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്കീം നോക്കാം. നോക്കി, PM കിസാൻ സമ്പദ യോജന. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ സെൻട്രൽ സെക്ടർ സ്കീമാണ്. അത് CSS ആണ്. നമ്മളിനിപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കാൻ നേരം അതിനകത്ത് ഇറ്റ് ഈസ് എ CSS സ്കീം എന്നായിരിക്കും. അപ്പോൾ CSSൻ്റെ ഫുൾ ഫോം സെൻട്രൽ സെക്ടർ സ്കീം എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, MOFPI എന്ന് പറഞ്ഞ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആണ്. ഇൻ 2019-20 കാലഘട്ടത്താണ് ഏത് PM കിസാൻ സമ്പാദ യോജന ഇറങ്ങിയത്. ആൻഡ് ഇറ്റ് ഈസ് എയിംഡ് അറ്റ് എന്ത് ക്രിയേറ്റിംഗ് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ വിത്ത് എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫ്രം ഫാം ഗേറ്റ് ടു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. അതായത് നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എത്രയും പെട്ടെന്ന്, അതായത് ഔട്ട്ലെറ്റുകളിലെത്തുക, അതിൻ്റെ ഒരു സ്മൂത്ത് ട്രാൻസാക്ഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോവുക, എഫിഷ്യൻ്റ് ആയിട്ട് പോവുക, വളരെ നല്ല രീതിയിൽ പോവുക എന്നൊരു ആശയത്തോടു കൂടി തുടങ്ങിയതാണ് ഏത് PM കിസാൻ സമ്പാദ യോജന. അതായത് കിസാൻ അല്ലെങ്കിൽ കർഷകർക്ക് സമ്പാദിക്കാനായിട്ടുള്ള മാർഗം കുറച്ചുകൂടെ എളുപ്പമാക്കുക. കാരണം മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ വഴി, അതായത് ഇപ്പോൾ ഔട്ട്ലെറ്റുകൾ പുതിയത് അടുത്തടുത്ത് ഉണ്ടാക്കുക, അതുവഴി അപ്പം ട്രാൻസ്പോർട്ടേഷൻ കുറയ്ക്കുക, പെട്ടെന്ന് ലഭ്യത അല്ലെങ്കിൽ ലഭ്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ട്രാൻസാക്ഷൻ സ്മൂത്ത് ആവും. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിലോട്ട് ഇവരുടെ പൈസ വീഴും, കർഷകർക്ക് സമ്പാദിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാവും എന്നുള്ളൊരു എയിമിലാണ് ഇത് ഏത് PM കിസാൻ സമ്പാദ യോജന ഇറക്കിയേക്കുന്നത്. ആൻഡ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഒത്തിരി ഔട്ട്ലെറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെയും, അതായത് എടുത്തു കൊടുക്കാൻ ഡെലിവറി ബോയും കുറേ കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ല. അപ്പം അവർക്കും എംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്കീം ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ റൂറൽ ഏരിയാസ്, ഡബിൾ ഫാമേഴ്സ് ഇൻകം, റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ്. അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഒന്ന് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഔട്ട്ലെറ്റ് കൂടുതലും വരും, അതായത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സ്മൂത്തായിട്ട് നടക്കുന്ന മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ വരുത്തും. അതായത് പുതിയ കാര്യങ്ങൾ പണിയുമ്പോൾ അവർക്ക് പണിയുന്ന ആൾക്കാർക്ക് പണിക്കൂലി വരും, പിന്നെ പണിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡെലിവറി ചാർജും അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം സെയിൽസ് ഗേൾ ആണോ സെയിൽസ് ബോയ് ആണോ അതിൻ്റെ പുതിയ എംപ്ലോയ്മെൻറ്റ്സും വരും. അതല്ലാതെ അടുത്തടുത്ത് സെക്ഷൻസ് വരാൻ നേരം എന്ത് വരും, ഫാമേഴ്സിൻ്റെ ഇൻകം ഡബിൾ, അവർക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി കൂടും. അതായത് പെട്ടെന്ന് സ്മൂത്തായിട്ട് നടക്കുമ്പോൾ ഇവർക്ക് ഡിലേ ആയിട്ടായിരിക്കത്തില്ല ഇവരുടെ പ്രൊഡ്യൂസിനുള്ള തനതായ കോമ്പൻസേഷൻ ലഭിക്കുന്നത്, പെട്ടെന്ന് കിട്ടാൻ തുടങ്ങും ഇവരുടെ റിട്ടേൺസ്. അത് മാത്രമല്ല റെഡ്യൂസ് വെയിറ്റേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അതായത് കാരണം ഇത് കിട്ടാനായിട്ട് ഡിലേ എടുക്കുമ്പോൾ കുറേ നശിച്ചു പോകും, അതിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യുന്ന വഴി അഗ്രികൾച്ചർ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പല 4-in-1 എന്നോ അല്ലെങ്കിൽ മൾട്ടിലാറ്ററലാണ് ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യം. ഇനി നോക്കിയേ, മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഹാസ് അപ്രൂവ്ഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് 42 മെഗാ ഫുഡ് പാർക്സ് ആൻഡ് 236 ഇൻറ്റഗ്രേറ്റഡ് കോൾഡ് ചെയിൻസ്. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നു മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറിന്, അതായത് ഈ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും. 42 മെഗാ ഫുഡ് പാർക്സും പിന്നെ 232 ഇൻറ്റഗ്രേറ്റഡ് കോൾഡ് ചെയിൻസും. ഇതൊക്കെ നിർമ്മിക്കുന്നത് വഴി കർഷകർക്ക് അവരുടെ പ്രോഡക്ട്സ് കൂടുതലും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ലൊക്കേഷനോ അവരങ്ങനെ ഒരു ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ, അതായത് പ്രോഡക്ട്സിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറും. അപ്പോൾ ആൾക്കാർ കൂടുതലും സന്ദർശിക്കും. അപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്സ് ഒക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ
ഇൻഫ്രാസ്ട്രക്ചർ, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തേക്കണം, ഈ അതായത് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് അപ്രൂവ് ചെയ്തത് എത്ര ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്? 42 മെഗാ ഫുഡ് പാർക്സും, അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മെഗാ ഫുഡ് പാർക്സ് 42 എണ്ണവും, ഇൻറ്റഗ്രേറ്റഡ് കോൾഡ് ചെയിൻസ് 236 എണ്ണമായിരുന്നു. ആൻഡ് മിനിസ്റ്റർ ഓഫ് ഈ MOFP എന്ന് പറഞ്ഞില്ല, അതായത് മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആരാ? MOFPയുടെ മന്ത്രി ആരാ? പശുപതി കുമാർ ദാസ് ആണ്. ശ്രീ പശുപതി കുമാർ ദാസ് ആണ് എന്ത്? മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇനി നോക്കിയാൽ നെക്സ്റ്റ് സ്കീം സൻസാദ ആദർശ് ഗ്രാം യോജന, സാഗി എന്ന് വേണം വിളിക്കാം. അതായത് സൻസാദ ആദർശ് ഗ്രാം യോജന, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ, ഇറ്റ് ഈസ് എ വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അണ്ടർ വിച്ച് ഈച്ച് MP ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ 3 വില്ലേജസ് ബൈ 2019. അതായത് ഈ സ്കീം നടത്തുന്നയാളെന്ന് പറയുന്നത് അതാത് വില്ലേജിൻ്റെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരിക്കും, ആ ഏരിയയിലെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരിക്കും. ആൻഡ് ആ ഒരു ഗ്രാമങ്ങളിൽ പുതുതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് കൊണ്ടുവരിക, അത് ഏറ്റെടുത്ത് നടത്തുക എന്നുള്ള ആരുടെ ഉത്തരവാദിത്തമാണ്? ആ ലൊക്കാലിറ്റിയിലെ മെമ്പർ ഓഫ് പാർലമെൻറ്റിൻ്റെ MPയുടേതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ കുറച്ചുകൂടി ഒരു എക്കണോമിക്കൽ സ്മൂത്ത് ട്രാൻസാക്ഷൻ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഏത് സൻസാദ ആദർശ് ഗ്രാം യോജന കൊണ്ടുവന്നത്. ആൻഡ് ആ തുടങ്ങിയ സമയത്ത് 2019 ഏകദേശം തുടങ്ങിയത്. ആ സമയത്ത് 3 വില്ലേജസ് ആയിരുന്നു ഏകദേശം ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റിനായിട്ട് ഏറ്റെടുത്തത്. ആൻഡ് ദ വില്ലേജ് മസ്റ്റ് ഹാവ് ഈ എടുക്കുന്ന വില്ലേജസ്, ഓരോ MP 3 വില്ലേജ് വെച്ച് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിന് ആ 3 വില്ലേജിൽ ഓരോ വില്ലേജിനും ക്രൈറ്റീരിയ ഉണ്ട്. ദ വില്ലേജ് മസ്റ്റ് ഹാവ് 3000 to 5000 പീപ്പിൾ ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ പ്ലെയിൻസ്, ഓർ 1000 to 3000 പീപ്പിൾ ഇഫ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹില്ലി ഏരിയസ്. അതായത് മലയോര പ്രദേശങ്ങളോ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസോ ആണെങ്കിൽ ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ഏകദേശം 1000 മുതൽ 3000 ആൾക്കാർ വരെയെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെ ഒരു സാധാ നിരപ്പ് ഏരിയകളാണ് താമസിക്കുന്നതെങ്കിൽ ആ വില്ലേജിൽ അല്ല, നിരപ്പിലുള്ള വില്ലേജ് ആണെങ്കിൽ 3000 മുതൽ 5000 ആൾക്കാരെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ അങ്ങനെയുള്ള 3 വില്ലേജസെ ഏതൊരു MPക്ക് ഏറ്റെടുത്ത് ഈ പറയുന്ന ഡെവലപ്മെൻറ്റ്സ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്രൈറ്റീരിയ മസ്റ്റായിട്ട് നോക്കിക്കോണം. ആൻഡ് 2019 ഈ സ്കീം വന്നത്. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വില്ലേജ് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MP ആണോ MLA ആണോ? MP ആണ്, അതും നോക്കിക്കോണം. ഓക്കെ, ഇനി നോക്കിയേ പോപ്പുലർലി നോണസ്, അതായത് ഇതിൻ്റെ വേറൊരു പേരും കൂടാണ് ഏത്? സൻസാദ ആദർശ് യോജനയുടെ വേറൊരു പേരും കൂടാണ് സാങ്ജി. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തേക്കണം. ഇത് നോർത്ത് ഇന്ത്യയിൽ പോപ്പുലറായിട്ട് അറിയപ്പെട്ടിരുന്ന സാങ്ജി എന്നാണ്. ആൻഡ് ഇത് ലോഞ്ച് ചെയ്ത വർഷം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ October 11, 2014. ലോഞ്ച് ചെയ്ത വർഷമാണ്, അത് ഇംപ്ലിമെൻ്റ് ആയ സംഭവമാണ് നമ്മൾ 2019 ഈ പറഞ്ഞ 3 വില്ലേജസ് ഏറ്റെടുത്ത് ചെയ്ത കാര്യം. അപ്പോൾ സാഞ്ചി എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ October 11, 2014. ഇനി നോക്കി അടുത്ത സ്കീം ഏതാണ്? അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, അതായത് അമൃത്, AMRUT. അപ്പോൾ അമൃതിൻ്റെ ഇത് ഷോർട്ട് ഫോം തന്നിട്ട് അമൃതം തന്നിട്ട് ഡിനോട്ട്സ് എന്തിനെ കാണിക്കും എന്നൊക്കെ ഓപ്ഷനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കിയാൽ അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി. ഈ സ്കീമിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ്. അത് ലോഞ്ച് ചെയ്ത വർഷം 2015 ജൂൺ 1 ജൂൺ 1, 2015, അതായത് പരിസ്ഥിതി ദിനത്തിനും 4 ദിവസം മുമ്പ്. ജൂൺ 5 പരിസ്ഥിതി ദിനം. അപ്പോൾ ലോഞ്ച്ഡ് ഓൺ June 1, 2015 ടു എസ്റ്റാബ്ലിഷ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് കുഡ് എൻഷുർ adequate robust sewage network and water supply for the urban transformation. അതായത് ടൗൺ ഏരിയകൾ, അർബൻ ഏരിയസുകളിൽ ട്രാൻസ്ഫോർമേഷൻ സ്മൂത്ത് ആകുന്നതിൻ്റെയും പിന്നെ വാട്ടർ സപ്ലൈ, അതായത് വെള്ളത്തിൻ്റെ ലഭ്യത കൂട്ടുന്നതിൻ്റെയും പിന്നെ റൊബസ്റ്റ് സുവേജ് നെറ്റ്വർക്ക്, അതായത് സുവേജ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ടും പിന്നെ വാട്ടർ സപ്ലൈ, വെള്ളത്തിൻ്റെ ലഭ്യത കുറച്ചുകൂടെ അർബൻ ഏരിയയിൽ സ്മൂത്ത് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് June 1, 2015 അമൃത് സ്കീം അല്ലെങ്കിൽ അടൽ മിഷൻ ഫോർ റിജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി നോക്കി അടുത്ത ഉജാല യോജന. അപ്പം അതിൻ്റെ ഫുൾ ഫോം ഉണ്ട്, ഉജാലയുടെ ഫുൾ ഫോം ഉണ്ട്, ഉന്നതി ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ. അതിൻ്റെ മെയിൻ, അതായത് ഉജാല എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ എന്നാണ്. ആൻഡ് വാസ് ലോഞ്ച്ഡ് ബൈ അവർ പ്രൈം മിനിസ്റ്റർ ഓൺ May 1, 2015, റിപ്ലേസിങ് ബച്ചത് ലാം യോജന. അതായത് ഈ ഉജാല യോജന അല്ലെങ്കിൽ ഉജ്ജല യോജന റിപ്ലേസ് ചെയ്ത സ്കീം ഏതാണ്? ബച്ചത് ലാം യോജന. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 2 സ്കീം കിട്ടി. റിപ്ലേസ് ചെയ്ത സ്കീം
ബച്ചത് ലാംബ് യോജനയാണ്. അത് വന്നത് റിപ്ലേസ് ചെയ്തത് മെയ് 1, 2015 ഉജാല യോജന ബച്ചത് ലാംബ് യോജനയെ റിപ്ലേസ് ചെയ്തു. അപ്പോൾ മെയിൻലി ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്താണ്, അതായത് എല്ലാ വീടുകളിലും അഫോർഡബിൾ ആയിട്ടുള്ള LEDs എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അണ്ടർ ദ സ്കീം 20 watt LED ട്യൂബ് ലൈറ്റ്സ് ആൻഡ് BEE5 സ്റ്റാർ റേറ്റഡ് എഫിഷ്യൻറ്റ് ഫാൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ കൺസ്യൂമേഴ്സ്. അതായത് ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? 20 വാട്ടിൻ്റെ LED പ്രൊവൈഡ് ചെയ്യും, അല്ല LED ട്യൂബ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്യും, അതല്ലാതെ BEE5 സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള എഫിഷ്യൻറ്റ് ഫാൻസും കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പ്രൊജക്റ്റ് ഈസ് സ്പിയർ ഹെഡഡ് അല്ലെങ്കിൽ മുന്നിട്ട് നടത്തുന്നത് ആരാണ്? ബൈ എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ്. അപ്പോൾ എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പിയർ ഹെഡർ എന്ന് വെച്ചാൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അല്ലെ നയിക്കുന്നത്. ഇനി നോക്കിയാൽ അടുത്ത ഇത് മസ്റ്റാണ്, മഹാത്മാഗാന്ധി. ഇത് വന്ന വർഷം, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ 2015-14 പുതിയ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് വന്ന സമയത്തുള്ള കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന അതിന് മുമ്പുള്ള ടൈമിലെയാണ്, അതായത് 2005. ഈ സ്കീംസ് കുറേ കൂടെ പോപ്പുലറൈസ് ആയത് ഈ ഒരു ടൈമിലാണ്. അതായത് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ ഉച്ചക്കഞ്ഞി കിട്ടത്തില്ലേ ഗവൺമെൻറ് സ്കൂളിലൊക്കെ, ആ സ്കീമൊക്കെ കൊണ്ടുവന്ന അപ്പോൾ ആ ഒരു ടൈമുണ്ട് 1997, 2001 കാലഘട്ടം. അപ്പോൾ ആ സമയത്തെ ആ സമയത്താണ് ഈ സെൻട്രൽ ലെവൽ സെൻട്രൽ സെക്ടർ സ്കീംസ് കുറേ കൂടെ പോപ്പുലറൈസ് ആയത്. അപ്പോൾ ആ ഒരു ടൈമിലെ സ്കീമാണ് ഇത്. നോക്കിയ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അല്ലെങ്കിൽ MGNREGA. അപ്പോൾ അതിൻ്റെ നോക്കിയാൽ അതൊരു ജോബ് ഗ്യാരണ്ടി സ്കീമാണ്. എനാക്റ്റഡ് ഓൺ August 25, 2005 എന്ത് വന്നത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഇപ്പോൾ 2005 August 25 അതൊരു ജോബ് ഗ്യാരണ്ടി സ്കീമായിട്ട് ഇംപ്ലിമെൻറ്റഡ് ആയത്. അതായത് ജോബ് ഉറപ്പുവരുത്തുക, തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം അല്ല തൊഴിൽ ഇല്ലായ്മ ഒരു കുഴപ്പമായിട്ട് നിൽക്കേണ്ട, അത് മാറട്ടെ എന്നുള്ളൊരു ആശയത്തോടു കൂടിയാണ് MGNREGA നമ്മുടെ ഇതിലോട്ട് വന്നത്. ആൻഡ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആൻഡ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വേർ സബ്സ്യൂംഡ്. അതായത് ഇത് വന്നപ്പോൾ ഓൾറെഡി എന്തായാലും തൊഴിലില്ലായ്മ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് പല പ്ലാനുകൾ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഉണ്ടായിരുന്ന നടന്നുകൊണ്ടിരുന്ന 2 സ്കീംസ് ആയിരുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. ഇപ്പം നമുക്കിപ്പോൾ CJLO റെയിൽവേ എന്ത് വാങ്ങിച്ചാലും റോസ്ഗാർ മേള നടത്താറില്ലേ ഓരോ സ്റ്റേറ്റ് ക്യാപിറ്റലോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും. നമ്മൾ അവിടെ ചെന്ന് ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ നമ്മുടെ ജോബിൻ്റെ ഇത് ഹാൻഡ് ഓവർ ചെയ്ത് വാങ്ങിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അന്ന് പറയുന്ന പോലെ അത് റോസ്ഗാർ മേള, ഇത് റോസ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വെയർ സബ്സിഡി. അതായത് ഈ 2 സ്കീംസും കൂടെ ഒരുമിപ്പിച്ചിട്ടാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ഇറക്കിയത്. നോക്കിയാൽ അടുത്ത ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് റൂറൽ എംപ്ലോയ്മെൻറ്റ്. ദിസ് സ്കീം പ്രൊവൈഡ്സ് എ ലീഗൽ ഗ്യാരണ്ടി ഫോർ 100 days ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ എവറി ഫൈനാൻഷ്യൽ ഇയർ. അതായത് എല്ലാ ഫൈനാൻഷ്യൽ ഇയറിലും ലീഗലായിട്ട് ഉറപ്പ് കൊടുക്കുന്നുണ്ട് 100 ദിവസം ഫോർ 100 days ഓഫ് എംപ്ലോയ്. അതായത് 100 ദിവസം എംപ്ലോയ്മെൻറ്റ് എന്തായാലും തന്നേക്കാം, അത്രയും തവണ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ലീഗൽ ഗ്യാരണ്ടി നമ്മുടെ മിനിസ്ട്രി ഓഫ് റൂറൽ എംപ്ലോയ്മെൻറ്റ് അല്ലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അടുത്ത സെഷൻ അല്ലെങ്കിൽ അടുത്ത ഇത് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സസിന് ശേഷം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള നോളജ് അക്യൂർ ചെയ്തതിന് ശേഷം ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെ പയറ്റാം എന്നുള്ളൊരു ആശയത്തിലായിരിക്കും ബേസിക് സർക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് സർക്കിൾസിൽ നിങ്ങളുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ആക്കും. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെമ്പേഴ്സിനെ കിട്ടും. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന വിരസമാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലിരുന്ന് പഠിക്കാൻ പറ്റും. അതും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ കാണും. അപ്പോൾ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് മെൻറ്റർ വഴിയും പോകാം, ഒപ്പം നിങ്ങളുടെ പീർ മെമ്പേഴ്സ് ഗ്രൂപ്പുമായിട്ടും പോകാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ എക്സ്ട്രീം സർക്കിൾ. എക്സ്ട്രീം സർക്കിൾ ഈ സെയിം രീതിയിൽ, അതായത് ബേസിക് ഒക്കെ സെറ്റ് ആയെങ്കിൽ അതിനെ വെച്ചൊരു കോമൺ എക്സാമിൻ്റെ അല്ലെ CJL ആണെങ്കിൽ CJLകാർക്ക് വേണ്ടി ഒരു ബാങ്കുകാരാണ് ബാങ്കിൻ്റെ മോഡലിൽ ഒരു പരീക്ഷ നടത്തി അവിടെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളുടെ സ്കോർ നിർണ്ണയിച്ചിട്ട് കട്ട് ഓഫ് പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രീം സർക്കിൾ ഇരിക്കാൻ പറ്റും. അപ്പോൾ ബേസിക് ഒക്കെ നന്നായിട്ടിരുന്ന് പഠിച്ചോണം. എന്നിട്ട് എക്സ്ട്രീം സർക്കിളിൽ കയറാൻ നേരം ബേസിക്കിനെ പോലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് തിരിക്കും. സമയം കൂട്ടിയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും, 4 മണിക്കൂർ കാണും. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടി മെയിൻസ് ലെവൽ പ്രിപ്പറേഷനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ടും കാണും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പീർ മെമ്പേഴ്സ് കാണും, നിങ്ങൾക്ക് അവരോടൊപ്പം ഇരുന്ന് പഠിക്കാം. ഒപ്പം നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് മെൻറ്റർ സപ്പോർട്ടും കാണും. നെക്സ്റ്റ് ഈ സൂപ്പർ ബാച്ചും ഈ സെയിം രീതിയിലായിരിക്കും. സർക്കിൾസ് തിരിക്കും, മെൻറ്റർ കാണും, ഡൗട്ട് ക്ലാരിഫിക്കേഷന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും. ആൻഡ് സൂപ്പർ ബാച്ചിൽ ഓരോ എക്സാംസിനും മുന്നോടിയായിട്ട് ഇത്രയും ആദ്യം ഈ ഫസ്റ്റ് 2 എന്ന് പറയുന്ന ഒരു കോമൺ കൺസിസ്റ്റൻറ്റ് ഫേസ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ചിലപ്പം SSC, CJL, CHSL ടയർ 2 വേണ്ടി മാത്രം കാണും, പ്രിലിംസിന് വേണ്ടി മാത്രം കാണും. അപ്പോൾ ഇങ്ങനെ
ടയർ ബേസ്ഡ് ആയിട്ട് ഒരു 2 വീക്സ് ബിഫോറോ 1 മന്ത് ബിഫോറോ നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ മോക്ക് മെറ്റീരിയൽ കാണും, എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സെയിം എക്സ്ട്രീം സർക്കിൾ പോലെ ആയിരിക്കും, കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് എക്സാം ഓറിയൻറ്റഡ് പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ അതും നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് വേണം. നെക്സ്റ്റ് ഈസ് ദി റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. അത് ഓൾറെഡി നിങ്ങളിപ്പോൾ ഇത്രയും ഫേസ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഇനി നെക്സ്റ്റ് എക്സാം വരെ സമയം ഉണ്ടെങ്കിൽ ഒരു അത്രയും വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ ഓൾറെഡി പ്രിപ്പറേഷൻ ഡള്ളാവാതിരിക്കാനായിട്ടുള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും. റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് സെഷൻ ആയിരിക്കും. ആൻഡ് ഫൈനൽ ഫേസ് ഈസ് മോക്ക് ഇൻ്റർവ്യൂ. മോക്ക് ഇൻ്റർവ്യൂ ബാങ്ക് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിവിടെ മുമ്പ് റിട്ടയർ ആയിട്ടുള്ള ജനറൽ മാനേജർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ നടത്തുന്നതായിരിക്കും മോക്ക് ഇൻ്റർവ്യൂസ്. അപ്പോൾ അത് നിങ്ങളെ റിയൽ ടൈം എക്സ്പോഷറിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് കോച്ചിങ് ആണ് നമുക്കുള്ളത്, ഓഫ്ലൈനും ഓൺലൈനും. അപ്പോൾ ഓഫ്ലൈൻ ക്യാമ്പസിൻ്റെ ഒരു അനുഭവത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ ഓഫ്ലൈൻ തിരഞ്ഞെടുക്കുക. അതല്ലാതെ നമ്മുടെ ഓൺ കംഫോർട്ടിൽ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഓൺലൈൻ ചൂസ് ചെയ്ത് ഈ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ മഹാത്മാഗാന്ധി സ്കീമിൻ്റെ ദിസ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ നെയിം ഓഫ് ഇംപ്രൂവിങ്, നമ്മൾ പറഞ്ഞു ദ പർച്ചേസിങ് പവർ ഓഫ് റൂറൽ പീപ്പിൾ. അതായത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി റൂറലായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ അവർ കൂടുതലും, അതായത് അവരുടെ ഒരു ഇന്നത്തേക്കുള്ളതായി ഇത്രയും വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നിന്ന് മാറി അങ്ങനെ താല്പര്യം കണ്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ചില സിനിമകളിൽ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർ ജസ്റ്റ് നോക്കി താല്പര്യങ്ങൾ കണ്ടിട്ട് അതപ്പം തന്നെ ത്യജിക്കുന്ന ഒരു മെൻറ്റാലിറ്റി മാറ്റി അവർക്കും കൂടെ കുറച്ചുകൂടെ മാർക്കറ്റിൽ ഇറങ്ങി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റട്ടെ എന്ന് വെച്ചിട്ടാണ് കാരണം ജോബ് എല്ലാവർക്കും വരുമ്പോൾ എന്തായാലും കയ്യിൽ ഇൻകം വരും, അപ്പോൾ അവർക്ക് വാങ്ങിക്കാനുള്ളൊരു പർച്ചേസിങ് പവർ കൂടും. അപ്പോൾ അതിൻ്റെ എയിം ചെയ്തിട്ടും കൂടിയാണ് ഈ ആക്ട് ഇറക്കിയത്. ആൻഡ് ദ ലോ വാസ് ഇനിഷ്യലി കോൾഡ് നാഷണൽ റൂറൽ ഗ്യാരണ്ടി ആക്ട്. അപ്പോൾ ആദ്യം നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് ആയിരുന്നു, അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ പേര്. അതാണ് പിന്നെ ഒക്ടോബർ 2, 2009 മഹാത്മാഗാന്ധി ആ പേരിലോട്ട് ആക്കിയത്. ഇനി നോക്കിയേ അടുത്ത സ്കീം എന്ന് പറയുന്നത് മിഡ് ഡേ മീൽ സ്കീം ഫോർ സ്കൂൾ ചിൽഡ്രൻ, അതായത് നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ NPN-SPE അതാണ് പോപ്പുലർലി കോൾഡ് ആസ് മിഡ് ഡേ മീൽ പ്രോഗ്രാം. അപ്പോൾ മിഡ് ഡേ മീൽ പ്രോഗ്രാമിൻ്റെ ഫുൾ ഫോം എന്താണ്? അത് നമ്മൾ കണ്ടിട്ടില്ലേ സ്കൂളിൽ ഉച്ചക്കഞ്ഞി അല്ലെങ്കിൽ വൈകുന്നേരം ഇപ്പം അത് പാലും മുട്ട അങ്ങനത്തെ സ്കീമൊക്കെ കൊണ്ടുവന്നതിൻ്റെ തുടക്കക്കാരൻ ഈ മിഡ് ഡേ മീൽ സ്കീമായിരുന്നു. അപ്പോൾ മിഡ് ഡേ മീൽ സ്കീം എന്നുള്ളത് പോപ്പുലർ നെയിമാണ്. അതിൻ്റെ ഒറിജിനൽ പേരെന്താ? നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് പോപ്പുലർലി നോൺ ആസ് മിഡ് ഡേ മീൽ പ്രോഗ്രാം സ്കീം. അത് ലോഞ്ച് ചെയ്ത വർഷം നോക്കിയേ ഓഗസ്റ്റ് 15, 1995. ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു ബൂസ്റ്റ് to the universalization of primary education enrollment, attendance and retention and also improving nutritional, ഇതാണ് മെയിൻ ഹൈലൈറ്റ്, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ചിൽഡ്രൻ ഇൻ പ്രൈമറി ക്ലാസ്സസ്. അതായത് പ്രൈമറി തലങ്ങളിൽ LP സ്കൂളിൽ പഠിക്കുന്നവരുടെ ന്യൂട്രീഷൻ മസ്റ്റായിരിക്കണം, അതുവഴി അവർ ദിവസം സ്കൂളിൽ വരണം, അറ്റൻഡൻസ് മസ്റ്റായിരിക്കണം. അവരുടെ ന്യൂട്രീഷൻ ബേസ് അല്ലെങ്കിൽ ന്യൂട്രീഷനും ഹെൽത്തും ഓക്കെ ആകുമ്പോൾ പഠിത്തം അതിൻ്റെ കൂടൊപ്പം പൊക്കോളും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഉറപ്പിക്കുക എന്നുള്ളതാണെന്ന് കണ്ടിട്ടാണ് മിഡ് ഡേ മീൽ സ്കീം ഗവൺമെൻറ് 1995 ഓഗസ്റ്റ് 15 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ പേര് കൊടുത്ത് വെച്ചോണേ, നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി ഓർഗനൈസേഷൻ പ്രൈമറി എഡ്യൂക്കേഷൻ, NPN-SPE. ഇനി നോക്കി അടുത്തത് അന്നപൂർണ യോജനയാണ്. അത് ആ സ്കീം ഇനാഗുറേറ്റ് ചെയ്തത് May 19 ഏത് വർഷം? 1999. അപ്പോൾ മിഡ് ഡേ മീൽ ഇറങ്ങിയ വർഷം 1995 ഓഗസ്റ്റ് 25 ഇതോ 1999 May 19. ആൻഡ് പ്രൊവൈഡിങ് ഫുഡ് ഗ്രെയിൻസ് ടു ദ ഇൻഡിജൻ സീനിയർ സിറ്റിസൺസ് ഏജ്ഡ് 65 years or above. അതായത് 65 അതിന് മണ്ടയിലോ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിന് ഫുഡ് ഗ്രെയിൻസ്, നമ്മൾ റേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഫുഡ് ഗ്രെയിൻസ്, അതായത് ഫുഡ് ധാന്യങ്ങൾ കൊടുക്കുക എന്നുള്ള എയിമിലാണ് അന്നപൂർണ, അന്നം കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള യോജന, അന്നപൂർണ യോജന ഇറങ്ങിയത്. ഏത് വർഷം? 1999 May 19. ആൻഡ് ഫുഡ് ഗ്രെയിൻസ് ആർ പ്രൊവൈഡഡ് ടു ദ ബെനിഫിഷ്യറീസ് അറ്റ് സബ്സിഡൈസ്ഡ്, അത് വെറുതെ കൊടുക്കൽ, സബ്സിഡൈസ്ഡ് റേറ്റ്സ് ഓഫ്, റേറ്റ് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. ഈ സ്കീമിൻ്റെ ടൈമിൽ കൊടുത്തുകൊണ്ടിരുന്ന റേറ്റ് എത്ര ആയിരുന്നു? അതായത് 1 കിലോയ്ക്ക് 2 രൂപ വെച്ച് വീറ്റിനും, റൈസിന് എത്ര? കിലോയ്ക്ക് 3 രൂപ വെച്ച്. നല്ല കുറവാണല്ലേ? അതായത് റൈസിന് അരിക്ക് കിലോയ്ക്ക് 3 രൂപയും വീറ്റിന് കിലോയ്ക്ക് 2 രൂപയും വെച്ചിട്ടായിരുന്നു ഈ 65 വയസ്സിന് മണ്ടയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിന് അന്നപൂർണ യോജന വഴി ഫുഡ് ഗ്രെയിൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ റേറ്റും ആലോചിച്ച് വെച്ചോണം. മുമ്പ് നോക്കിയ സ്കീംസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് പ്രിസൈസാണ്, മറ്റേതിന് അത്രയും എലാബറേറ്റ് അല്ല. കാരണം ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ മറ്റേനൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടോ നോക്കി. ഏജ് എന്ന് പറയുന്ന 65 മണ്ടയിലായിരിക്കണം. ഇംപ്ലിമെൻറ്റ് ചെയ്ത വർഷം 1999. ആൻഡ് 2 റേറ്റ് ഉണ്ട്, വീറ്റിനും റൈസിനും. ഓക്കെ,
അടുത്ത് നോക്കി അന്ത്യോദയ അണ്ണ യോജന, അതും ലോഞ്ച് ചെയ്ത വർഷം, അതായത് അത് ലോഞ്ച് ചെയ്ത വർഷം ഡിസംബർ 25, 2000. ആൻഡ് എയിം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഫുഡ് സെക്യൂരിറ്റി ടു പൂർ ഫാമിലീസ്. ഇതിപ്പോൾ ഇതിൻ്റെ തീം ആലോചിച്ച് വെച്ചാൽ മതി. ചില സ്കീം പറയാൻ നേരം നമ്മൾ ഇൻഷുറൻസ് സ്കീംസ് ആയിരുന്നു. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. ചില സ്കീംസിൻ്റെ എന്ന് പറയുന്നത് എന്താ, എക്കണോമിക്കൽ സെക്യൂരിറ്റി മാത്രമായിരിക്കും, ജോബ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കും, ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കും, ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ സ്കീമിനും ഓരോ തീമുണ്ട്. അപ്പം ഇതിലിപ്പോൾ അന്ത്യോദയ യോജനയെ പറ്റി പറയുകയാണെങ്കിൽ, അന്ത്യോദയ അണ്ണ യോജനയെ പറ്റി പറയുകയാണെങ്കിൽ ലോഞ്ച് ചെയ്ത വർഷവും പഠിച്ചു വെച്ചിരിക്കണം. ആൻഡ് അതിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി ടു പൂർ ഫാമിലീസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയത് മെയിൻലി ദാരിദ്ര്യം ആൻഡ് റിലേറ്റഡ് ടു ഫുഡ് സെക്യൂരിറ്റി. അപ്പം ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കീംസ് ആയിരുന്നു ലാസ്റ്റ് നോക്കിയത്. അപ്പോൾ എൻ്റെ എയിം ആ ഒരു രീതിയിൽ അത് ആലോചിച്ച് വെച്ച് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗവൺമെൻറ് സ്കീംസിൻ്റെ ഒരു പാർട്ടും കൂടെ നമുക്ക് കാണും. അപ്പോൾ അതോടെ കൂടി കഴിഞ്ഞ് ഗവൺമെൻറ് സ്കീംസ് കഴിയും. കാരണം മിക്ക എക്സാംസിനും ഗവൺമെൻറ് സ്കീംസ് നിങ്ങൾക്ക് ഷുവറായിട്ടൊരു 2 to 3 ക്വസ്റ്റ്യൻസ് കിട്ടും. അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്കീംസിൽ നിന്ന് ചോദിക്കും. അത് ഏത് എക്സാം ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് കൂടെ കണക്ട് ചെയ്ത് പഠിച്ച് പൊക്കോണം. വളരെ 2 to 3 അല്ലെങ്കിൽ ഒരു 8 മാർക്സ് വരെ CGL ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത സെഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.